ആരാണ് വലിയവൻ എന്ന ചിന്തയാണ്, ചർച്ചയാണ് ശിഷ്യരുടെ ഇടയിൽ നടക്കുന്നത്. നമ്മുടെ ഇടയിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. വീട്ടിലെ ഭർത്താവാണ് വലുത്, ഭാര്യയാണ് വലുത്, എൻ്റെ ആശയമാണ് വലുത്, അല്ലെങ്കിൽ സമൂഹത്തിലാകാം. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ആർക്കും ശുശ്രൂഷിക്കാനോ ചെറുതാകാനോ താല്പര്യമില്ല. ഈ ദിവികാരണത്തെ പോലെ സ്വയം ചെറുതാകാൻ, ദിവികാരണം എന്തോരം ചെറുതായിട്ടാണ് നമ്മൾ യേശുവായിട്ട് നമ്മിലേക്ക് കടന്നു വരുന്നത്. ചിന്തിച്ചു നോക്കി, ഇത്രയും വലിയ മനുഷ്യൻ, നമ്മൾ ആ മനുഷ്യനെ പോലെയാകാൻ, ആ തമ്പുരാനെ പോലെയാകാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. എന്നാൽ നമ്മളിത് സ്വീകരിച്ചതിന് ശേഷം എവിടെ വലുതാകാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓടി നടക്കുക, എവിടെ എനിക്ക് എൻ്റെ സ്ഥാനമാനങ്ങൾ കിട്ടാന്ന് പറഞ്ഞ് ഓടി നടക്കുക. ആ കർത്താവിനെ സ്വീകരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്നത് ഓർക്കണം. ചെറുതായതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലെന്നേ. ആരെങ്കിലും എന്നെ കളിയാക്കിയെങ്കിലോ, ഒരു സ്ഥലത്ത് എനിക്ക് സ്ഥാനമാനം കിട്ടിയില്ലെങ്കിലോ, എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലോ, ദൈവത്തിൻ്റെ അരികിൽ എൻ്റെ പേരുണ്ടോ എന്ന ചിന്തയാണ് നമ്മെ ചിന്തിക്കേണ്ടത്. എനിക്ക് എന്ത് കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ഞാൻ ചെറുതാകും. എനിക്കെന്ത് കൊടുക്കാൻ പറ്റുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ഞാൻ വലുതാകും. അതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആശയം. ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് ആ ദിവ്യകാരണത്തിൽ നോക്കിയിരുന്ന് ഇത് ചിന്തിച്ചു നോക്കുക. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.